നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇന്നാണ് നിയമസഭ തെരഞ്ഞെടുപ്പ് ദിവസം. അപ്പോൾ ഇന്ന് എല്ലാ ആളുകളും 18 വയസ്സ് തൊട്ടുള്ള എല്ലാ ആളുകളും തങ്ങളുടെ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് വോട്ട്. ആ വോട്ട് ഒരിക്കലും പാഴാക്കരുത്. നമ്മുടെ അവകാശമാണ് വോട്ട്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ അവകാശമാണ്. അപ്പം ഈ വോട്ട് ചെയ്യുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, പ്രതിഷേധിക്കാനും പിന്നെ നല്ല മാറ്റത്തിന് വേണ്ടിയിട്ടുമാണ് വോട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വോട്ട് പാഴാക്കരുത്. പിന്നെ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമുക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ്. നമുക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ പാഠത്തിൽ നിന്ന് വേണം. ആ ഒരു പാഠം കിട്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ PR-ൻ്റെ പരസ്യം കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും വോട്ട് ചെയ്യരുത്. പകരം നമുക്കുണ്ടായിട്ടുള്ള അനുഭവം വെച്ച് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. നമുക്ക് ഇപ്പോൾ പൈസയുടെ കാര്യത്തിലാണെങ്കിലും വികസന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതിനെയൊക്കെ പ്രതിഷേധിക്കാനും മാറ്റം കൊണ്ടുവരാനും ഒക്കെ കഴിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഒരിക്കലും പാഴാക്കരുത്. എല്ലാവരും തങ്ങളുടെ വോട്ട് നല്ലതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. ഒരാളുടെ ഭീഷണിയിലോ അല്ലെങ്കിൽ പൈസയുടെ പുറത്തോ ഒരിക്കലും നമ്മൾ നമ്മുടെ സമ്മതിദാനം കളയരുത്. ഇപ്പം തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, വോട്ട് പിടിക്കാൻ വേണ്ടി ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി പണം നൽകുന്നു, അതുപോലെ തന്നെ ഭക്ഷണ കിറ്റുകൾ നൽകുന്നു. അങ്ങനെ വോട്ടർമാരെ പറ്റിച്ച് അവരുടെ ദൗർബല്യത്തെ സ്വാധീനിച്ച് വോട്ട് പിടിക്കുന്നവരുണ്ട്. അത് വെറും കപടമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അത് ഒരിക്കലും ചേർന്നതല്ല. അത് ജനാധിപത്യത്തിന് എതിരാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. ഇത് നമുക്ക് 5 വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. നല്ലത് ആര് ചെയ്യുന്നു, ഏതൊരു കാര്യത്തിനും ഏതൊരു അർദ്ധരാത്രിയിലാണെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് വരാൻ കഴിവുള്ള, അതുപോലെ നമ്മളെ സഹായിക്കാൻ, ഏത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കാനും കഴിയുന്ന ഒരു ജനപ്രതിനിധി വേണം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അങ്ങനെ ഉള്ളവരെ വേണം സമൂഹത്തിൽ വളർത്താൻ. അപ്പോൾ എല്ലാവരും തങ്ങളുടെ വോട്ട് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് ആരാണ് ഏറ്റവും നല്ലത് എന്ന് ഒരുപാട് തവണ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അപ്പം ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും തങ്ങളുടെ വോട്ട് പാഴാക്കത്തില്ലെന്നാണ്. അപ്പോൾ എന്താ ഇനി കൂടുതൽ പറയാൻ? ഇനിയൊന്നും കൂടുതൽ പറയാനില്ല. നമ്മുടെ അവകാശമാണ് ആർക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ അതെല്ലാവരും നല്ലതുപോലെ ഉപയോഗിക്കുക. പിന്നെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ഈ 3 മുന്നണികൾക്കും പിന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ എൻ്റെ വിജയാശംസകൾ ഞാൻ നേരുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.